പ്രമുഖ ചരിത്രകാരൻ ഡോക്ടർ കെ.എൻ. പണിക്കർ അന്തരിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചതിപ്പോൾ ആശുപത്രിക്ക് മുന്നിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കമലേഷ് തെക്കേക്കാട് ചേരുന്നു. കമലേഷ്, അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ, പൊതുദർശനം എപ്പോഴാണ്? ഇപ്പോൾ ആശുപത്രിയിൽ ആരൊക്കെയാണുള്ളത്? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? എപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്? സിജു, ഇന്ന് ഉച്ച കഴിഞ്ഞ് ഉച്ചയ്ക്ക് 1:30 അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം SUT ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. ഏതായാലും അദ്ദേഹത്തിന്റെ മക്കൾ ഉൾപ്പെടെ 2 പെൺമക്കളാണുള്ളത്. അവർ വിദേശത്താണ്. അവരെത്തുന്നത് വരെ, അതായത് നാളെയായിരിക്കും ഈ സംസ്കാര ചടങ്ങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ എന്തായാലും വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുടെ ഭാഗമായി ആശുപത്രിയിലായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അന്ത്യം സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും കെ.എൻ. പണിക്കരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വലിയ നിലയിൽ രാജ്യത്ത് ഈ ചരിത്രത്തെ വളച്ചൊടിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള ചില അജണ്ടകൾ മേൽക്കോയ്മ വരുത്തുന്നതിന് വേണ്ടി, ഫാഷിസ്റ്റ് ഇടപെടലിന്റെ ഭാഗമായി ചരിത്രത്തെ വളച്ചൊടിച്ച് ചരിത്രത്തെ തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ ഉണ്ടായ ഘട്ടത്തിൽ അതിനോടൊക്കെ പടപൊരുതിയ ഒരു ചരിത്രകാരനാണ്. അതിന്റെ ഭാഗമായി തന്നെ വലിയ ഈ വർഗീയ ശക്തികളിൽ നിന്ന് വലിയ ഭീഷണി നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ചരിത്രകാരൻ കൂടിയാണ് അദ്ദേഹം. ചരിത്രകാരൻ, അധ്യാപകൻ, ദൈക്ഷണികൻ, ആ നിലയിൽ വിവിധ മേഖലകളിൽ അദ്ദേഹം പ്രഗത്ഭനായ അല്ലെങ്കിൽ കഴിവ് തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും അല്പസമയം മുൻപ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെ അദ്ദേഹം SUT ആശുപത്രിയിലെത്തി ഇപ്പോൾ മടങ്ങിയിട്ടേ ഉള്ളൂ. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ച ഘട്ടത്തിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്, ഈ നിലയിൽ ചരിത്രം സത്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി പടപൊരുതിയ ആളാണ് കെ.എൻ. പണിക്കർ എന്ന് അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ നിരവധിയായി, അതായത് ചരിത്ര വിദ്യാർത്ഥികൾക്കുൾപ്പെടെ വലിയ നേതാവാണ് കെ.എൻ. പണിക്കർ. അദ്ദേഹത്തെയാണ് നഷ്ടമായിരിക്കുന്നത്. ഈ ഒരു സത്യാനന്തര കാലത്ത് ഉൾപ്പെടെ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന വേണ്ടി ഉൾപ്പെടെയുള്ള വലിയ ശ്രമം നടക്കുന്ന ഘട്ടത്തിൽ അതിനെതിരെ നിലകൊണ്ട ആൾ എന്നുള്ള നിലയിൽ കൂടിയാണ് കെ.എൻ. പണിക്കർ ആയിരുന്നത് എന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യം ഉണ്ടായി. ഏതായാലും ഇന്നിപ്പോൾ ഇവിടെ ആശുപത്രിയിൽ മോർച്ചറിയിൽ തന്നെ മൃതദേഹം സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ രാവിലെ 10 മണിക്ക് ജവഹർ നഗറിലെ അപ്പാർട്ട്മെന്റിലേക്ക് മൃതദേഹം കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. അവിടെയാണ് പൊതുദർശനം ഉൾപ്പെടെ നടക്കുക. അതിനുശേഷം 4 മണിവരെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാര ചടങ്ങുകളെല്ലാം നടക്കുക എന്നുള്ളതാണ്. ഏതായാലും മക്കൾ വിദേശത്തായതുകൊണ്ട് തന്നെയാണ് ഇന്ന് മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കുന്നത്. നാളെ രാവിലെ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയി വൈകിട്ടോടുകൂടി സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കും. സിജു.